Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti. കേരളത്തിലെ കാലാവസ്ഥയിൽ വളരാൻ മടിക്കുന്ന അവക്കാഡോ ഉൾപ്പെടെ അനേകം ഫലവൃക്ഷങ്ങൾ സമൃദ്ധമായി വളർത്തി ചിറയിൽ ഗാർഡൻ. ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ ഈ ചൂടിലും കാലാവസ്ഥയിലും അനുയോജ്യമായ ബട്ടർ തൈകളാണ് നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഈ പ്രദേശത്ത് ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കായ്ക്കുന്ന വെറൈറ്റികളാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് മൂന്ന് വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങുന്നു. ഇവിടെ തന്നെ 3-ാം വർഷം ഫ്ലവർ വന്ന് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കായ്ച്ചതിൻ്റെ മാത്രമാണ് ഇതിൻ്റെ ബഡ്വുഡ് സെലക്ട് ചെയ്യുന്നത്. ഞങ്ങളൊരു 5 വർഷമായിട്ട് ഇത് കൃഷി ചെയ്തു വരുന്നു. അത് ഉൽപ്പാദനം തുടങ്ങിയിട്ട് ഒരു 4 വർഷമായി. ഇവിടെ കൂടുതലായിട്ട് തൈകൾ ഏകദേശം 10,000-30,000 50,000 തൈകൾ ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പ്രവർത്തനരഹിതമായ ക്വാറികൾ അപകട കേന്ദ്രങ്ങളായി മാറുന്നതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ പോലും ഇടപെടുമ്പോഴാണ് കൊണ്ടോട്ടി നെടിയിരുപ്പിലെ ഈ ക്വാറി പ്രദേശം അത്യപൂർവമായ ബലവൃക്ഷ തൈകളുടെ വിളനിലമായി മാറിയത്. 5 വർഷം മുൻപ് വരെ കരിങ്കൽ ക്വാറിയായിരുന്നു ഈ പ്രദേശം. 2024 ലൈസൻസ് അവസാനിക്കുന്നതിനാൽ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായി ഒരു ഗാർഡൻ തുടങ്ങാനായിരുന്നു തീരുമാനം. പ്രകൃതിയെ വേദനിപ്പിച്ച അതേ സ്ഥലത്ത് പ്രകൃതി രമണീയമായ ബലവൃക്ഷ തൈകളും ചെടികളും വളർത്തിയെടുക്കുന്ന കേന്ദ്രം. കരിമ്പാറകൾ വളർന്ന മണ്ണിൽ നമ്മുടെ കാലാവസ്ഥയിൽ വളരാനിടയില്ലാത്ത വ്യത്യസ്ത ഇനങ്ങൾ യഥേഷ്ടം വളരുന്നു. അത്യുൽപാദന ശേഷിയുള്ള മാവ്, പ്ലാവ്, റംബുട്ടാൻ, കശുമാവ്, തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, കശുമാവ് തുടങ്ങി അനേകം ഫലവൃക്ഷങ്ങൾ ഇവിടെ വളർത്തിയെടുത്തിട്ടുണ്ട്. ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നീ രീതികളിലൂടെയാണ് ഉൽപാദനം. വിഷരഹിതമായ ഭക്ഷ്യവസ്തുക്കളുടെ ശേഖരമാണ് ഈ കുന്നിൻ പ്രദേശം. 50-ലധികം ഇനങ്ങളുള്ള മാവുകൾ, 12 ഇനം പ്ലാവുകൾ, 7 ഇനം റംബുട്ടാൻ, 4 ഇനത്തിലുള്ള ചിക്കു, പലതരം ലോഗൻ, ചാമ്പ, മിറാക്കിൾ ഫ്രൂട്ട്, ജാതി തുടങ്ങിയവയെല്ലാം ഗാർഡനിൽ സുലഭമാണ്. അക്കൂട്ടത്തിൽ അവസാനത്തെ അതിഥിയാണ് അവക്കാഡോ. ശൈത്യത്തിൽ വളരുന്ന ഫലവൃക്ഷമാണ് അവക്കാഡോ. എന്നാൽ കേരളത്തിലെ ചൂട് കാലാവസ്ഥയിൽ കായ്ഫലം തരുന്ന ട്രോപ്പിക്കൽ അവക്കാഡോ കണ്ടെത്തി ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നിവ വഴി ഉൽപ്പാദിപ്പിക്കുകയാണ് ചിറയിൽ ഗാർഡനിൽ ചെയ്തത്. ചൂടുകാലത്ത് കായ്ക്കുന്ന അവക്കാഡോയുടെ തൈകൾക്ക് ആവശ്യക്കാരുമേറി. കേരളത്തിൽ മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള അവക്കാഡോ വളർത്തിയെടുക്കുന്നില്ലെന്ന് ഗാർഡൻ ഉടമ KM കോയാമു പറഞ്ഞു. നമ്മുടെ നാട്ടിൽ പൊതുവെ അവക്കാഡോ കായ്ക്കാറില്ല. അവക്കാഡോ പല വീടുകളിലുണ്ടെങ്കിലും 6, 7, 10, 15 കൊല്ലം കഴിഞ്ഞ് കായ്ക്കാതൊക്കെയാണ്. ഈ തണുപ്പ് പ്രദേശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അവക്കാഡോ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ചെറിയ അഗ്രോ ഗാർഡൻ ചൂട് കാലാവസ്ഥയിൽ കായ്ച്ച അവക്കാഡോ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ചത്. ഏകദേശം 100ഓളം മരങ്ങൾ നമ്മുടെ നാട്ടിൽ കായ്ച്ച് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. വർഷത്തിൽ 2 തവണ കായ്ക്കുന്നത്, കിലോ ഉണ്ടാവുന്നത്. അങ്ങനെ അതിൽ നിന്ന് 2-3 കായ്ച്ച് 5, 6, 7 വർഷം കഴിഞ്ഞ നല്ല മരങ്ങൾ സെലക്ട് ചെയ്ത് അവക്കാഡോ തൈ ഉണ്ടാക്കി, പട്ടണ തൈ ഉണ്ടാക്കി 36 ഏക്കർ സ്ഥലത്താണ് ഗാർഡൻ പ്രവർത്തിക്കുന്നത്. ഇതിൽ 3 ഏക്കർ സ്ഥലത്ത് ക്വാറി നികത്തി കൃത്രിമമായുണ്ടാക്കിയ വനമാണ്. 2 ഏക്കറോളം സ്ഥലം ജലസംഭരണിയായി മാറ്റി. 4 ഏക്കർ സ്ഥലം പൂർണ്ണമായും വ്യത്യസ്തമായ മദർമരങ്ങളുടെ ശേഖരമാണ്. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലെ നഴ്സറികളിലേക്ക് ചിറയിൽ ഗാർഡനിൽ നിന്ന് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. നേരിട്ടുമല്ലാതെയും അനേകം പേർക്ക് തൊഴിൽ നൽകുന്നുമുണ്ട്. കുടുംബശ്രീയുടെ ഭാഗമായും അല്ലാതെയും കുടിൽ വ്യവസായം പോലെയും തൈകൾ നട്ടുവളർത്താനും മാർക്കറ്റ് ചെയ്യാനുമുള്ള പരിശീലനവും സഹായങ്ങളും ഗാർഡൻ ചെയ്തു വരുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് പാഠഭാഗങ്ങളിൽപ്പെട്ട ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയ പ്രക്രിയകളെക്കുറിച്ച് പരിശീലനം നൽകി വരുന്നു. ഗാർഡനിലെത്തുന്നവർക്ക് ആവശ്യമെങ്കിൽ സൗജന്യമായി ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് പരിശീലനങ്ങൾ നൽകുന്നുമുണ്ട്. പ്രകൃതി ഭംഗിയേറിയ പ്രദേശമായി മാറിയ ഗാർഡൻ കാണുന്നതിനും പഠിക്കുന്നതിനുമായി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അനേകം പേർ നിത്യവും ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും അധികം സസ്യങ്ങളും അതേപോലെ ചെടികളും ഫലവൃക്ഷ തൈകളൊക്കെ ഉള്ള ഒരു ഫാമാണ് ഈ ഫാം, ചിറയിൽ ഫാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫാം തിരഞ്ഞെടുക്കാൻ കാരണം. കുട്ടികൾക്ക് വൈവിധ്യമാർന്ന രീതിയിലുള്ള സസ്യങ്ങളെക്കുറിച്ചും അതേപോലെ ചെടികളെക്കുറിച്ചും ഒക്കെ പരിചയപ്പെടാനും അതേപോലെ ഫലവൃക്ഷ തൈകളും ഒക്കെ പരിചയപ്പെടാനും കാണാനൊക്കെ ഉള്ള വ്യക്തമായ അല്ലെങ്കിൽ വളരെ വിപുലമായ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം. കഴിഞ്ഞ വർഷവും ഞങ്ങളിവിടെ വന്നിരുന്നു. അത് കുട്ടികൾക്ക് വളരെയധികം സന്തോഷപ്രദമായി അല്ലെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഞങ്ങൾ 7ാം ക്ലാസ്സിലെ കുട്ടികളെ ഈ ഇതിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഇവിടെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളുടെ പാഠഭാഗം സയൻസിലെ 7ാം ക്ലാസ്സിലെ സയൻസിലെ പാഠഭാഗമുണ്ട്.
പിന്നെ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പഠിക്കാനും ഒരുപാട് ഉപയോഗപ്രദമായ തൈച്ചെടികൾ പിന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള തൈച്ചെടികളാണ് ഇവിടെ ഉള്ളതെന്നും ആ തൈച്ചെടികൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ആ രീതി ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വർഷം ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. വളരെ ഉപകാരപ്രദമായ ക്ലാസ്സാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. പഠിക്കുന്ന നമ്മുടെ വരും തലമുറകൾക്ക് ഇങ്ങനെയൊക്കെ പിന്നെ ചെടികളും ഇതൊക്കെ എങ്ങനെയൊക്കെ ഉൽപ്പാദിപ്പിക്കാം, എങ്ങനെയൊക്കെ നമ്മുടെ പിന്നെ 2 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലങ്ങൾ കിട്ടാമെന്നുള്ളതും അത് സ്വന്തമായിട്ട് വളരെ കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിന് പകരം സ്വന്തമായിട്ട് പിന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള രീതിയൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണിച്ചു തന്നതിന്. ഒരു പരിസ്ഥിതി ദിനം കൂടി ജൂൺ 5 കടന്നു പോകുമ്പോൾ ചിറയിൽ ഗാർഡൻ അതിൻ്റെ പ്രസക്തി കൂടി വിളിച്ചു പറയുകയാണ്. ന്യൂസ് ഡെസ്ക്, എയർ 1.